ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് ജസ്റ്റ് കയ്യിലെടുത്തിട്ട് നന്നായിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തത് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അത് ലാക്മിയുടെ സൺസ്ക്രീനാണ്. സൺസ്ക്രീമും കുറച്ച് ഒരു എമൗണ്ട് കയ്യിലെടുത്തിട്ട് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ക്രീം എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 2 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ ടൈമിൽ ഞാൻ ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് വാരി കെട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഫേസസ് കാനഡയുടെ ഫൗണ്ടേഷനാണ്. അത് കുറച്ച് കയ്യിലെടുത്തിട്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് കുറച്ച് ഡോട്ടായിട്ട് മുഖത്ത് ഇങ്ങനെ വെച്ചിട്ട് കൈനെ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. എൻ്റെ അടുത്ത് സ്പോഞ്ച് ഇല്ല, അതുകൊണ്ട് കൈനെ കൊണ്ട് തന്നെ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതൊന്ന് മുഖത്ത് സെറ്റ് ആവണ വരെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഫേസിൽ കാണാം ചെറിയൊരു ഫെയറും പിന്നെ ഒരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട് ഫേസിൽ. നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രോബ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ കവിളിലും മൂക്കിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ എവിടെ പോവുകയാണെങ്കിൽ എന്ത് ക്രീം തേച്ചാൽ ലാസ്റ്റ് പൗഡർ ഇടണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പൗഡർ ഇടുന്നത്. അത് എനിക്ക് പൗഡർ ഇടുമ്പോഴാണ് ഒരു കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുക. അതുകൊണ്ട് പൗഡർ ഇട്ടു. ലാസ്റ്റ് ഞാൻ കണ്ണെഴുതാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ച് പോവുകയാണ് കേട്ടോ. നമ്മൾ ഹസ്ബൻഡിൻ്റെ അടുത്തായിരുന്നു. ഹസ്ബൻഡിൻ്റെ വർക്ക് വളാഞ്ചേരിയാണ് വരുന്നത്. അപ്പോൾ അവിടെയായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് വെക്കേഷനൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് ബഡ്സിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഐബ്രോ എഴുതുന്നത്. എൻ്റെ അടുത്ത് ഐബ്രോ പെൻസിലില്ല. പിന്നെ ഞാൻ അങ്ങനെ ഐബ്രോ അങ്ങനെ ഒരു ഡാർക്ക് കളർ ആക്കാറില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു ലിപ് ബാമാണ് സ്ട്രോബെറീൻ്റെത് അപ്ലൈ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഐലൈനർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണെഴുതുന്നുണ്ട് കേട്ടോ. കണ്ണെഴുതാതെ എനിക്ക് പുറത്തിറങ്ങാനേ കഴിയില്ല. കാരണം കണ്ണെഴുതാതെ പുറത്തിറങ്ങിയാലേ കാണുന്നവരൊക്കെ ചോദിക്കും കരയാണോ അതോ കരഞ്ഞിട്ടാണോ വന്നത്, ഉറങ്ങി എണീച്ചിട്ടാണോ വന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ ലാസ്റ്റ് ലുക്കാണ് കേട്ടോ ഇത്. ഇതൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.